അതെടുത്ത് മുണുങ്ങടി കുരുട്ടെ. അതും പറഞ്ഞ് അപ്പുവിനെ നോക്കി എക്സ്ട്രാ പുച്ഛം വാരി വിതറി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി പിന്നിലേക്ക് തലകൊണ്ട് ആട്ടിവിട്ട് ജെറി നടന്നു പോയതും അപ്പു കയ്യിലുള്ള അവൻ കടിച്ച് പാതിയാക്കി തന്ന ആപ്പിളിലേക്കും അവനെ മാറി മാറി പല്ലിരുമി നോക്കിക്കൊണ്ട് അത് വീശി എറിഞ്ഞതും ഡോർ കടന്ന് പോകാൻ നിന്ന ജെറിയുടെ പുറത്ത് കറക്റ്റായി കൊണ്ടിരുന്നു. പുറം പിടിച്ച് തുള്ളി ജെറി അപ്പുവിനെ നോക്കി. ഡീ എന്നലറിയതും അവന്റെ ശബ്ദം കേട്ട് വാർഡിലുള്ള എല്ലാവരുടെയും കണ്ണ് അവന്റെ നേർക്ക് വന്നത് കണ്ട് ജെറി എല്ലാവരും നോക്കി സൈക്കിളിൽ നിന്ന് വീണ ഇളി ഇളിച്ച് നോക്കിയതും അപ്പു വാപൊത്തി കിണിക്കുന്നു. നിന്നെ ഞാൻ എടുത്തോളാടി കുട്ടി പിശാചേ. ജെറി പുറന്തടവി പല്ലും കടിച്ച് പറഞ്ഞു പോയതും അപ്പു അവനെ നോക്കി പെട്ടെന്ന് എന്തോ ആക്ഷൻ ഇട്ടു. സീത വിശ്വനാഥ് വാർഡിലേക്ക് ഒരു സിസ്റ്റർ വന്ന് ചുറ്റും നോക്കി വിളിച്ചതും വൈഷു അവരുടെ അടുത്തേക്ക് പോയി. എന്താ സിസ്റ്റർ? ഈ ഫോം ഫില്ല് ചെയ്ത് താഴെ ലാബിൽ കൊണ്ടു കൊടുക്കണം. സിസ്റ്റർ ഒരു പേപ്പർ വൈഷുവിന് നേർക്ക് നീട്ടി പറഞ്ഞ് അവിടുന്ന് പോയതും വൈഷു അതിലേക്കൊന്ന് നോക്കി പേന എടുത്ത് അത് ഫില്ല് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം പാർക്കിങ്ങിലെത്തിയ അലക്സ് ഒന്ന് നിന്ന് പോക്കറ്റിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് ജെറിയെ നോക്കി. ഡാ കീ അവിടെ വെച്ച് മറന്നെന്ന് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ജെറി അവന്റെ പോക്കറ്റിന് കീ എടുത്ത് കാട്ടി ഇളിച്ച്. നീ ഇത് മനഃപൂർവ്വം മറക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ അത് ആദ്യം തന്നെ സേഫായി എന്റെ പോക്കറ്റിലേക്ക് ഇട്ടിരുന്നു. നിനക്കതും പറഞ്ഞ് ലവളുടെ അടുത്തേക്ക് പോവാനല്ലേ? ഇത് ജെറിയാടാ ജെറി. നീ മനസ്സിൽ കാണും മുമ്പേ ഞാൻ മാനത്ത് കാണും. ജെറി അതും പറഞ്ഞ് അവന്റെ തോളിലൂടെ കൈയിട്ട് വലിച്ചതും അലക്സ് അവനെ നുഴിഞ്ഞു നോക്കി. അപ്പം എല്ലാം അറിയാം അല്ലയോ? എന്നാ മുമ്പോയി ലതിലിരി, ഇച്ചാൻ ഒന്നുകൂടെ കണ്ടിട്ട് വരാം. എന്നതാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു സുഖക്കുറവ്. രണ്ട് കൈ മേലോട്ട് പൊക്കി കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞതും ജെറി കലിപ്പിൽ അവന്റെ ഷട്ടി തുരുത്തു പിടിച്ചു. എടാ കള്ള കഴിവേറി, നിന്റെ സുഖക്കുറവ് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. നോക്കി അവക്ക് ഗർഭമുണ്ടാക്കി കളയ നീയൊക്കെ. ആ കൊച്ചൊന്ന് ശ്വാസം വിടട്ടടാന്നറി. നിനക്ക് എന്നതാടാ സൂക്കേട്? അതിനൊന്ന് വെറുതെ വിട്ടൂടെ? ജെറി അവനെ നോക്കി കെഞ്ചി പറഞ്ഞതും അലക്സ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കവളിപ്പിച്ചി. ചിലക്കാതെ പോയി വണ്ടിയിലിരിക്കടാ. അലക്സ് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് കത്തിച്ച് ജെറിയോടായി പറഞ്ഞു തിരിഞ്ഞു പോയതും അവന്റെ പോക്ക് കണ്ട് ജെറി നെഞ്ചിൽ കൈവച്ചു. ഇത്രയൊന്നും ചെയ്യുന്നത് പോരാഞ്ഞിട്ടാണോ കർത്താവേ ഇവൻ ഇനിയും ആ കൊച്ചിന്റെ പല്ലും നഖമെങ്കിലും ബാക്കി കൊടുക്കാൻ തോന്നിച്ചേക്കണ കർത്താവേ. ജെറി ആ കൊച്ചിന്റെ അവസ്ഥയോർത്ത് നെഞ്ചിൽ കൈവച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. വൈഷു ഫോം ഫില്ല് ചെയ്ത് അപ്പുവിന്റെ അടുത്തേക്ക് പോയി അമ്മയെ നോക്കി. ഞാൻ പോയി ഇത് ലാബിൽ കൊടുത്തിട്ട് വരാമേ. ഞാൻ പോണോ ചേച്ചി? ഹേയ് വേണ്ട, നീ അമ്മ എടുത്ത് നിന്നാ മതി. അതും പറഞ്ഞ് വൈഷു തിരിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കി. അവർ പോയിട്ട് കുറച്ച് സമയമായതുകൊണ്ട് അലക്സും ജെറിയും ഹോസ്പിറ്റലിൽ നിന്ന് പോയി കാണുമെന്ന് ഓർത്തതും അവളൊന്ന് ആശ്വാസത്തോടെ ശ്വാസം വിട്ട് വാർഡിന്റെ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോയി. ബട്ടൺ പ്രസ് ചെയ്ത് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യവേ പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആയതും വൈഷു മറ്റെങ്ങോട്ടും നോക്കി ഉള്ളിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങവേ ലിഫ്റ്റിനുള്ള ചുവലിലായി ഒരു കാൽ കുത്തിവെച്ച് വിരലുകളിൽ എരിയുന്ന സിഗരറ്റുമായി പഫ് ഊതിവിടുന്നവനെ കണ്ട് വൈഷു ഞെട്ടി കണ്ണു തള്ളി തിരിഞ്ഞോടാൻ നോക്കിയതും അരയിൽ അലക്സിന്റെ പിടുത്തം വീണ് ഉള്ളിലേക്ക് വലിച്ചതിനോടൊപ്പം തന്നെ മുന്നിലുള്ള ലിഫ്റ്റിന്റെ ഡോർ അടഞ്ഞിരുന്നു. അരയിലൂടെ പിടിച്ച അലക്സ് അവളെ ചുരോട് ചേർത്തു. വൈഷു കണ്ണുകൾ മുറുക്കി അടച്ച് ഒരു നിമിഷം അങ്ങനെ നിന്നു. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ അലക്സ് കണ്ണെടുക്കാതെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. വിരലുകളിൽ ഉണ്ടായിരുന്ന സിഗരറ്റ് ചുണ്ടിലേക്ക് ഒരിക്കൽ കൂടി ചേർത്ത് ഒരു നീണ്ട പഫ് എടുത്ത ശേഷം അത് നിലത്തേക്കിട്ട് കാലുകൊണ്ട് അണച്ചിരുന്നു. വൈഷുവിന് അവനെ കണ്ട നിമിഷം തൊട്ട് നെഞ്ചിൽ ബാൻഡിമേളം അടിച്ചു തുടങ്ങിയതാ. ഇതുവരെ അടങ്ങിയിട്ടില്ല. ഒടുക്കം അവളുടെ നെഞ്ചിരിപ്പ് കൂട്ടും വിധം അലക്സ് അവളെ തന്നെ വിടാതെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് വരുന്നത് അറിഞ്ഞതും വൈഷു ഞെട്ടലോടെ അവനെ നോക്കി സൈഡിലേക്ക് മുങ്ങാൻ നോക്കിയതും അലക്സ് അതിന് തടസ്സമായി നിന്നിരുന്നു. അത് കണ്ട് വൈഷു മറ്റേ സൈഡിലേക്ക് പോയതും അത് നേരത്തെ അറിഞ്ഞ മട്ടിൽ അവൻ കൈ തടസ്സമായി വെച്ച് അടുത്തേക്ക് നിന്നു. അവന്റെ കരവലയത്തിൽ താനിപ്പോ ലോക്കാണെന്ന് ഉറപ്പായതും അവളിൽ എന്തെന്നില്ലാത്ത പേടി കൂടി വന്ന് ഹൃദയമെടുപ്പ് വല്ലാതെ കൂടുന്നത് അവൾ അറിഞ്ഞു. എന്തോ അവന്റെ കണ്ണിലേക്ക് നോക്കും തോറും അന്നവൻ അവസാനം പറഞ്ഞ വാക്കാണ് വൈഷുവിന്റെ ഓർമ്മയിലേക്ക് വന്നത്. അത് ചെവിയിലേക്ക് മുഴുകി കേൾക്കുന്ന പോലെ തോന്നി. വൈഷു അവന്റെ മുഖത്തേക്ക് പോലും നോക്കാനാവാതെ കണ്ണുകൾ പിടച്ചിലൂടെ മാറ്റിക്കൊണ്ടിരുന്നു. അലക്സ് അവളുടെ മുഖത്ത് മിന്നിമാറുന്ന ഭാവങ്ങൾ ഓരോന്നായി നോക്കി മുഖത്തേക്കായി വായിലുള്ള പുക ഊതിവിട്ടതും അതുവരെ അനങ്ങാതെ നിന്നവൾ പെട്ടെന്ന് അസ്വസ്ഥതയോടെ മുഖം വെട്ടിച്ച് അവനെ തുറച്ചു നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണ് ഫ്ലോർ നമ്പറിലേക്ക് പോയതും അവിടെ 1 ഫ്ലോർ കാണിക്കുന്നത് കണ്ട് അവനെ ഉറ്റുനോക്കി അവന്റെ നെഞ്ചിൽ കൈവച്ച് തള്ളി മാറ്റി പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചതും സെക്കൻഡുകൾക്കുള്ളിൽ അലക്സ് അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ച് അവളെ ചുമലിനോട് ചേർത്ത് നിർത്തിയതും അവൻ അവളുടെ മുന്നിൽ എത്തി നിന്നതും ഒരേ നിമിഷമായിരുന്നു. വൈഷു ഞെട്ടി പകച്ച് പുറത്തേക്ക് നോക്കിയതും ലിഫ്റ്റിന് പുറത്തു നിന്ന് അകത്തേക്ക് കയറാനൊരുങ്ങും വിധം ദമ്പതികൾ നോക്കി നിൽക്കെ അവരെ കണ്ടതും ഞെട്ടി മിഴിച്ചു നോക്കി. അലക്സ് അവരെ നോക്കി കണ്ണുകൊണ്ട് എന്തോ ആക്ഷൻ ഇട്ടതും അകത്തേക്ക് വെച്ച കാൽ അവർ തിരിച്ചെടുത്തിരുന്നു.
ഇതൊക്കെ ഇവർക്ക് വീട്ടിൽ പോയി ചെയ്തുകൂടെ? ഇതിനുള്ളിൽ വെച്ചാണോ? ശിവ ശിവ. പോകും വഴി അവർ പറയുന്നത് വൈശു വ്യക്തമായി കേട്ടിരുന്നു. അതിന് പിന്നാലെ ഡോർ അടഞ്ഞതും അലക്സ് കാലുകൊണ്ട് 5 ബട്ടൺ പ്രസ് ചെയ്യുന്നത് കണ്ട് അവൾ അവനെ മിഴിച്ചു നോക്കിയ ശേഷം പിടിച്ച് തള്ളാൻ തുടങ്ങി. എന്താ തനിക്ക്? എന്നെ എന്തിനാ പിടിച്ചു വെക്കുന്നേ? എനിക്കിഷ്ടമല്ല ഇതൊന്നും. വിട്. ഞെരിപെരി കൊണ്ട് അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളുവാണ് വൈശു. പെട്ടെന്ന് അലക്സ് അവളെ അരികിലേക്ക് ചേർത്ത് പിടിച്ചുയർത്തിയതും വൈശുവിന്റെ കരങ്ങൾ അറിയാതെ അവന്റെ തോളിൽ പിടിമുറുക്കി. ശരീരമാകെ ഒരു വിറയൽ പടർന്നതോടെ അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലുതാക്കി അവനെ നോക്കി. അലക്സിന്റെ പ്രണയം വന്യമാണ് വൈഷ്ണവി. അത് താങ്ങാൻ നിനക്കേ കഴിയൂ, നിനക്ക് മാത്രം. വേണമെന്ന് വെച്ചാൽ അലക്സ് ഈ നിമിഷം നിന്നെ ചുംബിക്കും. പക്ഷേ ഇന്നെന്റെ കൊച്ചത് താങ്ങത്തില്ല. അതുകൊണ്ട് വിടുവാ ഞാൻ. നിനക്ക് താങ്ങുന്ന ദിവസം ഞാൻ വരും. പക്ഷേ ഇന്നത്തേക്ക് എന്നതല്ലേ വേണ്ടേ? അത് പറഞ്ഞവൻ അവളുടെ കണ്ണുകളിലേക്ക് വന്യമായി നോക്കുന്നതിന് തൊട്ടു പിന്നാലെ അവളെ ചുറ്റിപ്പിടിച്ച് കഴുത്തിനരികിലേക്ക് മുഖം ചേർത്തു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ ഉടലാകെ വരച്ച് അവൾ അറിയാതെ ഉയർന്നു പൊങ്ങി. വേദനയിൽ കണ്ണു മുറുക്കി അടച്ച് അവന്റെ മുടിയിലായി കൈ അമർന്നതും പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആവുന്ന ശബ്ദം കേട്ട് വൈശു പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന് അവനെ പിടിച്ചു തള്ളി. താഴേക്ക് നോക്കി അവൾ തുടർച്ചയായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ആളുകൾ ലിഫ്റ്റിനുള്ളിലേക്ക് പാഞ്ഞു കയറുന്നതും ലിഫ്റ്റ് അടയുന്ന സൗണ്ടുമെല്ലാം ഒരു നേരിയ കണക്കെയാണ് അവളുടെ കാതുകളിൽ പതിഞ്ഞത്. മനസ്സ് മുഴുവൻ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന ചിന്തയിൽ അടിമപ്പെട്ടു പോയിരുന്നു. സങ്കടവും ദേഷ്യവും ഒരുപോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞു വന്നു. അലക്സ് ഉള്ളിലേക്ക് പാഞ്ഞു കയറുന്ന ആളുകളിലേക്ക് തുറച്ചു നോക്കി. പിന്നിലേക്ക് ഒരു കാൽ കുത്തിവെച്ച് പോക്കറ്റിൽ നിന്ന് ഒരു ചുവടെങ്കിൽ പൊട്ടിച്ച് വായിലാക്കി ചവച്ചുകൊണ്ടിരുന്നു. 1-2 മിനിറ്റിനുള്ളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ലിഫ്റ്റ് ഓപ്പൺ ആയതിന് പിന്നാലെ കയറി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ വൈശു ഇറങ്ങാൻ നിന്നതും അലക്സ് ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. വൈശു കാലിന്റെ അടിയിൽ നിന്ന് തരിച്ചു കയറി അവനെ ദേഷ്യത്ത് തുറച്ചു നോക്കി. എന്തോ പറയാൻ ഒരുങ്ങിയെങ്കിലും പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ കഴുത്തിലേക്ക് കൈ ചേർത്തവൾ തിരിഞ്ഞു നിന്നു. അത് കണ്ട് അലക്സ് വശ്യമായി ചിരിച്ച് അവൾക്കടുത്തേക്ക് പോയി. ഇതുപോലെ പലതും ചെയ്യാൻ എനിക്കറിയാം. എന്റെ കൊച്ചിന് അതൊന്നും താങ്ങാൻ കഴിയില്ല. അലക്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. റെഡിയായിരുന്നോ ഇച്ചന്റെ പ്രണയം താങ്ങാൻ? അവസാനം അവളുടെ കാതിലായി നേർത്ത സ്വരത്തിൽ പറഞ്ഞവൻ വശ്യമായി വൈശുവിനെ നോക്കി ചിരിച്ച് വായിലുള്ള ചുവടെങ്കിൽ വേർപ്പിച്ച് പൊട്ടിച്ച് ലിഫ്റ്റ് ഓപ്പൺ ആയതിന് പിന്നാലെ അവൻ ഇറങ്ങിപ്പോയതും അതിന് പിന്നാലെ ലിഫ്റ്റ് അടയുന്നത് പോലും കാണാതെ നിശ്ചലമായി നിൽക്കുകയായിരുന്നു വൈശു. ചെവിയിലായി വന്ന് പതിച്ച കാര്യം അലടിച്ച് കേൾക്കും തോറും നെഞ്ചെടുപ്പ് കൂടി അവളുടെ കൈയും കാലും തളരുന്ന പോലെ തോന്നി അവൾക്ക്. യാന്ത്രികമായി അവൾ ഫസ്റ്റ് ഫ്ലോർ ബട്ടൺ പ്രസ് ചെയ്ത് ചുവരിലേക്ക് ചാരി നിന്നുപോയി. അവന്റെ നോട്ടം പോലും തന്നിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അവൾ ഓർത്തതും ചെന്നിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകിയിറങ്ങി. പെട്ടെന്ന് കൺമുന്നിലെ തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കവേ അതിൽ തന്റെ കഴുത്തിൽ കാണുന്ന പാട് കണ്ടവൾ ഞെട്ടി കണ്ണുമിഴിച്ച് നോക്കിപ്പോയി. പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആയതും വൈശു മുടികൊണ്ട് അവിടെ മറിച്ച് വേഗം ലിഫ്റ്റിൽ നിന്നിറങ്ങി ഓടി. അലക്സ് ജിപ്സിലേക്ക് കയറിയിരുന്നതും കോ ഡ്രൈവ് സീറ്റിൽ അവനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയ ജെറി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് അവനെ നോക്കി. കൊന്നോടാ കൊച്ചിനെ? അവന്റെ ചോദ്യം കേട്ട് അലക്സ് അവനെ ഉറ്റുനോക്കി. എന്നാ? നീ വേണേ അതും ചെയ്യും. പറയട പരനാറി, എന്താടാ അതിനെ ചെയ്തേ? കലിപ്പിൽ ജെറി ചോദിച്ചതും അലക്സ് അവനൊന്ന് ഒഴിഞ്ഞു നോക്കി ചുവഴങ്ങ ചവച്ചുകൊണ്ട് വണ്ടിയെടുത്തു. അത് നിന്നോട് പറയാനൊക്കത്തില്ല. 1 മാസം കഴിയുമ്പോൾ റിസൾട്ട് വരും. അപ്പ അറിഞ്ഞോ? അലക്സ് വണ്ടി എടുത്തതും ജെറി അവനെന്താ പറഞ്ഞെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. പെട്ടെന്ന് അവന് ബൾബ് കത്തിയതും ജെറിയുടെ കണ്ണ് ബുൾസേ കണക്കെ തള്ളി വന്ന് അലക്സിനെ മിഴിച്ചു നോക്കിയതും അവന്റെ ചുണ്ടിലെ വശ്യമായി ചിരി കൂടി കണ്ടതും ജെറിക്ക് ഉറപ്പായി. അവൻ നെഞ്ചിൽ കൈവച്ച് സീറ്റിലേക്ക് ചാരി വീണു. എന്റെ കർത്താവേ, സൂചി കുത്താൻ ഇടം കിട്ടിയ പാര കുത്തുന്നവനാ അവൻ. ഇതല്ല ഇതിനപ്പുറം ചെയ്യും. പാവം ആ കൊച്ചെന്ത് ചെയ്തിട്ടാ? അതിനെല്ലാം താങ്ങാനുള്ള കെൽപ്പെങ്കിലും കൊടുത്തേക്കണേ മാതാവേ. വൈശു വാർഡിന് മുന്നിലെത്തി ഒന്ന് ശ്വാസം വിട്ട് കൂളായി മുടിയെടുത്ത് കഴുത്തിനെ മറയ്ക്കുമിത റെഡിയാക്കി വെച്ചു. എന്തെങ്കിലും ഡൗട്ട് അടിച്ച അപ്പൊ പിന്നെ അതും ഇതും ചോദിച്ചു വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഉള്ളിൽ അല്പം പരിവേഷം തോന്നിയെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവൾ വാർഡിലേക്ക് കയറി. ചേച്ചി ഇത് എവിടെ ആയിരുന്നു? ഞാൻ എത്ര നേരമായി നോക്കുന്നു. ഡോക്ടർ ഇപ്പൊ വന്നു പോയതേ ഉള്ളൂ. അത് അപ്പൊ പറഞ്ഞതിന് പിന്നാലെ അമ്മ അവളെ നോക്കി. എത്ര സമയമായി മോളെ പോയിട്ട്? ഞാൻ അപ്പുവിനെ വിടാനിരിക്കുകയായിരുന്നു. എന്താ കുട്ടിയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? അമ്മ അവളെ നോക്കി ചോദിച്ചതും വൈശു ഞെട്ടിയെങ്കിലും ഉള്ളിലെ പരവേശം പുറത്ത് കാണിച്ചില്ല. ഹേയ്, ഒന്നുമില്ല അമ്മേ. കുറച്ച് തിരക്കുണ്ടായിരുന്നു ലാബിൽ, അതാ വൈകിയേ. അമ്മ മരുന്ന് കഴിച്ചില്ലല്ലോ? ഒരുവിധം പറഞ്ഞൊപ്പിച്ചവൾ അവളുടെ മുഖത്തേക്ക് നോക്കാതെ വേഗം മരുന്നിരിക്കുന്ന ടേബിളിലേക്ക് പോയി അവ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതും അപ്പു അവളെ സംശയ കണ്ണുകൊണ്ട് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അവളുടെ പരവേശം അപ്പു നോട്ടമിട്ടിരുന്നു. വൈശു അത് ശ്രദ്ധിച്ചെങ്കിൽ കാര്യമാക്കാതെ മുടി ഒന്നുകൂടി ഒതുക്കി വെച്ച് അമ്മയുടെ അടുത്തേക്ക് മരുന്നും വെള്ളം കൊണ്ട് ചെന്നു.
അന്നേരം നോക്കി അപ്പോൾ അവൾക്കടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. എന്തിനാ ചേച്ചി ഇത്ര പരിവേഷം? ചേച്ചിയുടെ അലക്സിച്ചായം പോയിട്ടില്ലേ? വൈഷു ഞെട്ടി. കയ്യിലുള്ള ഗ്ലാസ് നിലത്തേക്ക് വീണു. സ്റ്റീൽ ഗ്ലാസിന്റെ ശബ്ദം കേട്ട് വാർഡിലുള്ള പകുതി മുക്കാൽ ആളുകളുടെയും കണ്ണ് അവിടേക്ക് എത്തിയതറിഞ്ഞതും വൈഷു വേഗം അതെടുത്ത് അപ്പുവിനെ ശ്രദ്ധിക്കാതെ കഴുകാൻ എന്ന വണ്ണം വാഷ്റൂമിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. സത്യത്തിൽ അതൊരു ഒളിച്ചോട്ടമാണ്. ഇല്ലെങ്കിൽ അപ്പു വിടില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷെ നമ്മുടെ അപ്പു അല്ലേ ആള്. ഡൗട്ട് അടിച്ച പിന്നെ അത് ക്ലിയർ ചെയ്യാതെ അവൾക്ക് ഉറക്കം വരത്തില്ല. വൈഷു പോയതിന് പിന്നാലെ അപ്പു അവളുടെ പിന്നാലെ പോയിരുന്നു. ഗ്ലാസ് കഴുകി തിരിഞ്ഞ വൈഷു കാണുന്നത് കൈകെട്ടി തന്നെ നോക്കി ഇളിക്കുന്ന അപ്പുവിനെ ആയിരുന്നു.